മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കേനെക്സ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്ന പാഠത്തിലെ മൂന്നാമത്തെ പാർട്ടുമായിട്ടാണ്. മൂന്നാമത്തതായിട്ട് വന്നതുകൊണ്ട് തന്നെ സാർ ഇന്ന് 3 എക്സസൈസിൽ നിന്നും കൃത്യമായിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. എന്തായിരുന്നു പഠിച്ചത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഡി കണ്ടുപിടിക്കാൻ, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബാപ്പച്ചി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്തായിരുന്നു ബാപ്പച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബാപ്പച്ചി പറഞ്ഞു കേരടാക്കോണി. നിങ്ങൾ അതൊക്കെ നോക്കി റെഡി ആക്കിയിട്ട് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതായാലും നമുക്ക് ഇന്ന് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓരോ പ്രോബ്ലം കൃത്യമായിട്ട് നമുക്ക് ചെയ്തു നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദ ടു ടേംസ് ഇൻ സ്പെസിഫിക് പൊസിഷൻ. സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷൻസിലൊക്കെ എന്ത് തന്നിട്ടുണ്ട്? ടേംസ് തന്നിട്ടുണ്ട്. അതായത് തേർഡ് ടേം 34 ആണ്, സിക്സ്ത് ടേം 67 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 5 ടേമുകളെ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ആദ്യത്തെ 5 ടേമുകളെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ടേം എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 34 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് സിക്സ്ത് ടേം എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 67 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാപ്പച്ചി എന്താണ് നമ്മളോട് പറഞ്ഞത്? കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള, പൊതുവ്യത്യാസമായിട്ടുള്ള ഡി കണ്ടുപിടിക്കാൻ ബാപ്പച്ചി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? കേരടാ കോണിന്ന്. ഫസ്റ്റ് വലത്തെ സൈഡ് കയറണം എന്നാ ഞാൻ പറഞ്ഞത്, പിന്നെ ഇടത്തെ സൈഡ് കയറണം എന്നാ ഞാൻ പറഞ്ഞത്. എന്നാ നോക്കിയേ, എന്താ ഫസ്റ്റ് വലത്തെ സൈഡ് കയറുക എന്ന് പറഞ്ഞാല് 67 മൈനസ് 34 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3. ഫസ്റ്റ് വലത്തെ സൈഡ് കയറി, പിന്നെ ഇടത്തെ സൈഡ് കയറി. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഡി എന്തായിരിക്കും? ഡി ഈസ് ഈക്വൽ ടു 67 നിന്നും 34 കുറച്ചാൽ എത്രയാടാ? 64 നിന്നും 34 കുറച്ചാൽ 33 അല്ലേ? എന്നാ ഇവിടെ നോക്കിയേ, 6 നിന്നും 3 കുറച്ചാലോ? 6 നിന്നും 3 കുറച്ചാൽ 3 ആണ് സാറേ. അങ്ങനെയാണെങ്കിൽ 33 എത്ര 3 ഉണ്ടടാ? 33 11 3 ഉണ്ട്. എത്ര 3 ഉണ്ട്? 11 11 ഉണ്ട്. എടാ കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി എനിക്ക് എന്ത് വേണം? ഫസ്റ്റത്തെ ടേം വേണം, x1 വേണം. x1 എവിടെ നിന്നും കിട്ടടാ? നിന്റെ കയ്യിൽ എന്തുണ്ട്? എൻ്റെ കയ്യിൽ മൂന്നാമത്തെ ടേം ഉണ്ട്. എൻ്റെ കയ്യിൽ എന്തുണ്ട്? മൂന്നാമത്തെ ടേം ഉണ്ട്. മൂന്നാമത്തെ ടേമിൽ നിന്നും എത്ര ഡി കുറയണടാ? 1ലേക്ക് എത്താൻ നോക്കിയേ, 3ൽ നിന്നും ഞാൻ 1 ഡി കുറച്ചു, 2 ഡി കുറച്ചു, ഒന്നാമത്തെ ടേമിൽ എത്തിയില്ലേ? അപ്പൊ ഞാൻ മൂന്നാമത്തെ ടേമിൽ നിന്നും 2 ഡി കുറയ്ക്കണം. എത്ര ഡി കുറയ്ക്കണം? 2 ഡി കുറയ്ക്കണം. എന്നാ പറയടാ, മൂന്നാമത്തെ ടേം ആരാ? മൂന്നാമത്തെ ടേം 34 ആണ് സാറേ. അങ്ങനെയാണെങ്കിൽ 2 ഡി കുറയ്ക്കണം. 2ൽ നിന്നും 2 പ്രാവശ്യം എന്ത് കുറയ്ക്കണം? 11 കുറയ്ക്കണം. എന്നാ നോക്കടാ 34 മൈനസ് 2 into 11. 2 into 11 എത്രയാടാ? 2 പ്രാവശ്യം 11 എന്ന് പറഞ്ഞാൽ 22 അല്ലേ? 22 ആണ്. അങ്ങനെയാണെങ്കിൽ 34 നിന്ന് 22 കുറച്ചാൽ എനിക്ക് 12 എന്ന ആൻസർ കിട്ടി. എന്തെന്ന ആൻസർ കിട്ടി? 12. ഫസ്റ്റ് ടേം കിട്ടി. ഫസ്റ്റത്തെ ടേം 12 ആണ്. അപ്പൊ അടുത്ത ടേം, സെക്കൻഡ് ടേം എന്തായിരിക്കടാ? 12നോട് ഞാൻ എന്താ കൂട്ടേണ്ടത്? കൂട്ടി പോകുന്ന സാധനത്തിന് പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. 11 പൊതുവ്യത്യാസം കൂട്ടണം. 12നോട് 11 കൂട്ടുന്നു. 12നോട് ഞാൻ 11 കൂട്ടിയാൽ എനിക്ക് 23 എന്ന് കിട്ടി. 23നോട് ഞാൻ 11 കൂട്ടിയാൽ എനിക്ക് 34 എന്ന് കിട്ടി. 34നോട് ഞാൻ 11 കൂട്ടിയാൽ 45 എന്ന് കിട്ടി. 45നോട് ഞാൻ 11 കൂട്ടിയാൽ 56 എന്ന് കിട്ടി. അങ്ങനെ കൂടി പോകും. എന്നോട് ആദ്യത്തെ 5 ടേമേ കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളൂ. ഞാൻ അത് കണ്ടുപിടിച്ചു. ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഒരു മോഡലോട് നമ്മൾ നോക്കുന്നുട്ടോ. ഒറ്റ മോഡലോടും പിടിച്ചോ. തേർഡ് ടേം എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 43 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സിക്സ്ത് ടേം എത്രയാടാ? 76 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാടാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? ഡി എങ്ങനെയാ കണ്ടുപിടിക്കുക? ബാപ്പച്ചി പറഞ്ഞു. ആര് പറഞ്ഞു? ബാപ്പച്ചി പറഞ്ഞു. എന്താ പറഞ്ഞതടാ? കേറടാക്കോണി. എന്ത്? കേറുകോണി. വലത്തെ സൈഡ് ആദ്യം കേറുന്നു, പിന്നെ ഇടത്തെ സൈഡ് കേറുന്നു. അപ്പൊ എന്ത് സംഭവിക്കടാ? 76ൽ നിന്നും 43 കുറച്ചു. 76ൽ നിന്ന് എന്ത് കുറച്ചു? 43 കുറച്ചു. ഡിവൈഡഡ് ബൈ 6 മൈനസ് 3. 76ൽ നിന്നും 43 കുറച്ചാൽ എത്രയാടാ ഉണ്ടാവുക? 33. ഡിവൈഡഡ് ബൈ 6ൽ നിന്നും 3 കുറച്ചാലോ? 3. 33 ഡിവൈഡ് ബൈ 3 എത്രയാടാ? 11 ആണ്. ആൻസർ കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടി. ഡൗട്ട് ഉണ്ടോ? യെസ്. മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം നമുക്ക്. ഫസ്റ്റ് ടേം എങ്ങനെയാടാ കണ്ടുപിടിക്കുക? നിന്റെ കയ്യിൽ എന്തുണ്ട്? തേർഡ് ടേം ഉണ്ട്. ഞാൻ ഇപ്രാവശ്യത്തേക്ക് തേർഡ് ടേമിന് പകരം സിക്സ്ത് ടേം എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. സിക്സ്ത് ടേം ഉണ്ട്. എൻ്റെ സിക്സ്ത് ടേമിൽ നിന്നും ഞാൻ എത്ര ഡി കുറയ്ക്കണടാ? 6 കേട്ടോ. അവിടെ നോക്കണേ, സാറെ കൈമിലേക്ക് നോക്കണേ. 6 എണ്ണം ഉണ്ട്. 6 1 2 3 4 5 കുറഞ്ഞാൽ 1ലേക്ക് എത്തി. അപ്പൊ 5 ഡി കുറയ്ക്കണം. എത്ര ഡി കുറയ്ക്കണം? 5 ഡി കുറയ്ക്കണം. അപ്പൊ സിക്സ്ത് ടേം ആണ് എടുക്കുന്നെങ്കിൽ 5 ഡി കുറച്ചാൽ മതി. അപ്പൊ തേർഡ് ടേം ആയിരുന്നു എടുക്കുന്നെങ്കിൽ എത്ര ഡി കുറയ്ക്കണം? 2 ഡി കുറച്ചാൽ മതി. എത്ര ഡി കുറച്ചാൽ മതി? 2 ഡി കുറച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കടാ, x1 ഈസ് ഈക്വൽ ടു ആറാമത്തെ ടേം ആരാ?
76 അല്ലേ? 76 മൈനസ് 5 ഇൻറ്റു 11 നോക്കടാ. 76 മൈനസ് 5 ഇൻറ്റു 11 എത്രയാ? 55. സോ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 76 നിന്നും ഞാൻ 55 കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 21 എന്ന് ക്യാൻസർ കിട്ടി. അതായത് ഫസ്റ്റ് ടേം ആരാണ്? 21 ആണ്. ഫസ്റ്റ് ടേം 21. സെക്കൻഡ് ടേം ആരായിരിക്കും? അങ്ങനെയാണെങ്കിൽ 11 കൂട്ടുന്നു 32. 32നോട് 11 കൂട്ടുന്നു 43. 43നോട് 11 കൂട്ടുന്നു 54. 54നോട് 11 കൂട്ടുന്നു എത്രയാടാ? 65. അങ്ങനെ കൂടി പോവും. ഇതിന് പറയുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഡൗട്ട് ഉണ്ടോ? ഇതേ മോഡലിൽ 2 ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നിങ്ങൾ ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. ഓക്കെ, കമ്മിങ് ബാക്ക്. അതിൽ ഒരു ക്വസ്റ്റ്യൻ സാറ് ഷോർട്സിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഷോർട്സ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, കമ്മിങ് ബാക്ക്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ 25th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1 11 21. 1 11 21 എക്സെട്ര എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിലെ 25th ടേം ഏതാണോ ചോദിച്ചത്? 25ാമത്തെ ടേം. എങ്ങനെയാണോ കണ്ടുപിടിക്കുക? ഇവിടെ നോക്കിയേ, ഞാൻ ചോദിക്കട്ടെ, കോമൺ ഡിഫറൻസ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് ആരെയാ നമ്മൾ കൂട്ടി പോയത്? 1നോട് ഞാൻ 10 കൂട്ടി. എത്ര കൂട്ടി? 10 കൂട്ടി. അപ്പം 11നോട് ഞാൻ വീണ്ടും 10 ആണ് കൂട്ടിയത്. അങ്ങനെ കൂട്ടി പോയ സാധനത്തിന് പറയുന്ന പേര് എന്താണടാ? കോമൺ ഡിഫറൻസ് അല്ലേ? ഡി അല്ലേ? 10 അല്ലേ? കിട്ടിയില്ലേ? ഓക്കെ, അടുത്തത് ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഫസ്റ്റ് ടേം ആരാ? ആദ്യത്തെ ടേം 1 അല്ലേ? എനിക്ക് കണ്ടുപിടിക്കേണ്ടതോ 25ാമത്തെ ടേം അല്ലേ? അതെ, 25ാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ നോക്കിയേ, എൻ്റെ കയ്യിൽ 1ാമത്തെ ടേം ഉണ്ട്. നേരത്തെ 5ാമത്തെ ടേമിൽ നിന്ന് 1ാമത്തെ ടേമിലേക്ക് എത്താൻ നിങ്ങൾ 4D കുറച്ചല്ലായിരുന്നോ? അങ്ങനെ എന്തോ അല്ലേ ചെയ്ത്? അപ്പൊ നിങ്ങൾ നോക്കി, 1 തിരിച്ച് അങ്ങോട്ട് പോകണം, 25ലേക്ക് പോകണം, 25ാമത്തെ ടേമിലേക്ക് പോകണം. എന്ത് ചെയ്യണടാ? 1നോട് എന്ത് കൂട്ടിയാലാ 25 കിട്ടുക? 1നോട് 24D കൂട്ടണം. നോക്കിയേ, 1 25ലേക്ക് എത്തണമെങ്കിൽ 24 പ്രാവശ്യം എന്ത് കൂട്ടണം? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കൂട്ടണം. അങ്ങനെയാണെങ്കിൽ നോക്കടാ, ഫസ്റ്റ് ടേം ആരാ? ഫസ്റ്റ് ടേം 1 ആണ്. 1 പ്ലസ് 24 ഇൻറ്റു ഡി ആരടാ? ആരാ അവിടുത്തെ ഡി എന്ന് പറയുന്നത്? ഇവിടുത്തെ ഡി 10 ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, 1 പ്ലസ് 24 ഇൻറ്റു 10. 24 ഇൻറ്റു 10 240 ആണടാ. 240 പ്ലസ് 1 241 ആണ്. പരിപാടി കഴിഞ്ഞടാ, പരിപാടി കഴിഞ്ഞ്. പിന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും ഇവിടെ, ചില കുട്ടികൾക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവും. സാറ്, ഈ ഒരു സ്റ്റെപ്പിൽ ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് 1 പ്ലസ് 24 ഇൻറ്റു 10 എന്നുള്ളതിന് പകരം ഇവിടെ നമ്മൾ ചെയ്തത് 24 ഇൻറ്റു 10 ആണ് ആദ്യം ചെയ്തത്. അത് എന്തുകൊണ്ട് സാറേ 1 പ്ലസ് 24 ചെയ്തുകൂടാ? 24 പ്ലസ് 1 25 ഇൻറ്റു 10 എന്ന് ചെയ്തൂടെ? 25 ഇൻറ്റു 10 അതായത് 250 എന്ന ആൻസർ കിട്ടില്ലേ? തെറ്റാണടാ, ഇത് തെറ്റാണ്. കാരണം എന്താണെന്നറിയോ? പണ്ട് പായ കപ്പലിൽ ആര് വന്നിറങ്ങി? ആരാ വന്നിറങ്ങിയത്? വാസ്കോ ഡ ഗാമയാണോ? അല്ല, വാസ്കോ ഡ ഗാമ അല്ല. നമ്മുടെ മാത്തമാറ്റിക്സിൽ വന്നിറങ്ങിയത് ആരാന്നറിയോ? പണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വലിയ സംഭവമുണ്ട്, ബോർഡ് മാസ്. എന്ത് മാസ്? ബോർഡ് മാസ്. കേട്ടിട്ടുണ്ടോടാ ബോർഡ് മാസ് എന്ന്? ഈ സാധനം പണ്ട് കപ്പലിൽ വന്നിറങ്ങിയതാ. എവിടെ വന്നിറങ്ങി? കപ്പലിൽ വന്നിറങ്ങി. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ, കപ്പലിലെ കഥയൊക്കെ പിന്നെ പറയാം. ബോർഡ് മാസ് പ്രകാരം ആദ്യം നിങ്ങൾ അഡീഷൻ ചെയ്യാൻ, ഇവിടെ 1 + 24 നിങ്ങൾ അഡീഷൻ ചെയ്യാൻ പാടില്ല. പാടേ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. ആഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണതാ. ബോർഡ് മാസ് പ്രകാരം അങ്ങനെയാണ്. ബോർഡ് മാസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏതായാലും നമ്മൾ തിരിച്ച് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആൻസർ എത്രയാണ്? ഇവിടെ 241 ആണ്. ആഡ് ചെയ്യുന്നതിന് മുമ്പ് മൾട്ടിപ്ലൈ ചെയ്യണം. തെറ്റിക്കരുത്. എന്താക്കരുത്? തെറ്റിക്കരുത്. ബോർഡ് മാസ് അറിയാത്തവർ അതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. ആദ്യം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്താക്കാൻ പോകണ്ട? ആഡ് ചെയ്യാൻ പോകരുത്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The 10th term of an arithmetic sequence. 10ാമത്തെ ടേം. 10th term എത്രയാണ്? 46 ആണ്. 10th term എത്രയാണ്? 46 ആണ്. 11th term എത്രയാടാ? 11th term എന്ന് പറയുന്നത് 51 ആണ്. സുഖൈ, 10ാമത്തെ ടേം കഴിഞ്ഞിട്ടല്ലേ 11ാമത്തെ ടേം. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ബാപ്പച്ചിനൊക്കെ കോണി കയറ്റണോ? എന്തിനാ കഷ്ടപ്പെടുത്തുന്നത്? നേരെ കുറച്ചാൽ പോരെ. അതായത് 11th ടേമിൽ നിന്നും ഞാൻ എന്താക്കുന്നു? 10th ടേമിൽ കുറയ്ക്കുന്നു. അപ്പൊ നോക്കിയേ, 51 മൈനസ് 46 കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടി? 5 ആണ് കോമൺ ഡിഫറൻസ് എന്ന് കിട്ടി. വെറുതെ ബാപ്പച്ചിന്റെ കോടിയൊന്നും കയറ്റേണ്ട ആവശ്യമില്ല. കമ്മിങ് ബാക്ക്.
അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത് വാട്ട്സ് ഇറ്റ്സ് ഫസ്റ്റ് ടേം. അതിന്റെ ആദ്യത്തെ ടേം എന്താണ്, ഫസ്റ്റത്തെ ടേം എന്താണെന്നാണ് ചോദിച്ചത്. എടാ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഒന്നാമത്തെ ടേമാ കണ്ടുപിടിക്കേണ്ടത്. എൻ്റെ കയ്യിൽ പത്താമത്തെ ടേം ഉണ്ട്. നോക്കണേ, 10 ടേം ഉണ്ട്. എനിക്ക് ഒന്നാമത്തേലേക്ക് എത്തണമെങ്കിൽ എത്ര ഡി കുറയണം? 9 ഡി കുറയണം. വരലേ, നേരെ നിൽക്ക്, വരലേ. റെഡിയാ? 9 ഡി അല്ലേ കുറയേണ്ടത്? 9 വിരലല്ലേ മടക്കിയത്? അപ്പൊ എത്ര ഡിയാ കുറയ്ക്കേണ്ടത്? 9 ഡി കുറയ്ക്കണം. അപ്പൊ 9 ഡി ഞാൻ കുറയ്ക്കുന്നു. എന്നാ നോക്കടാ, പത്താമത്തെ ടേം ആരാണ്? പത്താമത്തെ ടേം 46 മൈനസ് 9 ഇൻറ്റു ടി. 9 ഇൻറ്റു ഡി ആരാണ്? ഡി നമ്മുടെ 5 ആണ്. അപ്പൊ എന്ത് വരും? 46 മൈനസ് 45. 46-ൽ നിന്നും 45 കുറച്ചാൽ 1 എന്ന് ആൻസർ കിട്ടി. എനിക്ക് ഫസ്റ്റ് ടേം കിട്ടി, ഒന്നാമത്തെ പദം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സബ് ക്വസ്റ്റ്യൻ ബി. ആദ്യത്തെ 5 ടേം ഏതാനാ പറഞ്ഞത്? 1 ഏതായിരിക്കും? 5 അല്ലേ കോമൺ ഡിഫറൻസ്? 5 കൂട്ടിയാൽ പോരെ? 1നോട് 5 കൂട്ടിയാൽ 6, 11, 16, 21 എക്സെട്ര. വീണ്ടും നമ്മുടെ ചോദ്യം ഇവിടെ അവസാനിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, റെഡി അല്ലേ? സെറ്റ് അല്ലേ? കൂടെ വാടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 7 യെസ്, the 21st term of an arithmetic sequence. എന്താണ് ഈ പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ 100, 95, 90 എക്സെട്ര എന്ന് പറയുന്ന ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 21st ടേം എന്താണെന്നാ ചോദിച്ചത്. ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് ടേം ആരാ? 100. കോമൺ ഡിഫറൻസ് ആരാ? പൊതുവ്യത്യാസം എത്രയാടാ? എത്ര ഞാൻ കൂട്ടി പോയത്? -5 കൂട്ടി പോയത്. ഇവിടെ കുറച്ച് പോയത് കൊണ്ടാണ് കേട്ടോ മൈനസ് വന്നത്, മറക്കരുതേ. യെസ്, കമ്മിങ് ബാക്ക്. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 21st ടേം കണ്ടുപിടിക്കണം. എൻ്റെ കയ്യിൽ ഫസ്റ്റ് ടേം ഉണ്ട്. 1നോട് എത്ര കൂട്ടിയാലാ 21ലേക്ക് എത്തുക? എത്ര കൂട്ടണം? 20 കൂട്ടണം. 20 ഡി ആയിട്ട് കൂട്ടുക. നമ്മൾ കോമൺ ഡിഫറൻസ് അല്ലേ കൂട്ടേണ്ടത്? 20 പ്രാവശ്യം നമ്മൾ ഡി ഇങ്ങനെ കൂട്ടി കോമൺ ഡിഫറൻസ് കൂട്ടി പോകണം. യെസ്, അത് നോക്കി. ഫസ്റ്റ് ടേം ആരാ? 100 പ്ലസ് 20 ഇൻറ്റു ഡി ആരാ? കോമൺ ഡിഫറൻസ് ആരാ? -5 ആണ്. -5. അതായത് 100 പ്ലസ് 20 ഇൻറ്റു -5 എന്ന് പറയുമ്പോൾ -100 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 100 പ്ലസ് മൈനസ് കൂടി എന്താവൂടാ? മൈനസ് ആവും. 100 മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ആൻസർ കിട്ടി. ഡൗട്ട് ഉണ്ടോടാ? ഡൗട്ട് ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് നമ്മള്. The 10th term of an arithmetic sequence. വീണ്ടും 10th term is equal to 56 എന്നാണ് പറഞ്ഞത്. ആൻഡ് the 11th term, 11ാമത്തെ ടേം 51 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാട്ടോ പറഞ്ഞത്. ഞാൻ ആദ്യം കോമൺ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിക്കട്ടെ. എങ്ങനെയാ ഡി കണ്ടുപിടിക്കുക? എങ്ങനെയാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? 11ാമത്തെ ടേമിൽ നിന്നും 10ാമത്തെ ടേം തൊട്ട് മുമ്പുള്ള ടേം കുറച്ചാ പോരെ? പറയടാ, 11ാമത്തെ ടേം ആരാ? 11ാമത്തെ ടേം 51 മൈനസ് 10th ടേം 10ാമത്തെ ടേം ആരാ? 56. ബദ്രി, നിങ്ങളെ ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ കുറയ്ക്കാമെന്ന് എന്താ ചെയ്യേണ്ടതാ? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് മൈനസ് ഇട്ട് കൊടുത്താൽ പോരെ? 56 നിന്നും 51 കുറച്ചാൽ എത്രയാ? 5 ആണ്. ഇതിങ്ങനെ മീൻസ് ഇതിന്റെ വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടേണ്ടത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കിയോളി, A പ്ലസ് ബി എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാ പോലെ ആഡ് ചെയ്താൽ മതി. കാരണം ഇവിടെയും പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്. ഒരു പ്ലസും ഒരു മൈനസും വന്നു എന്ന് വിചാരിച്ചോ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു പ്ലസ് ഒരു മൈനസും വന്നാൽ എന്താ ചെയ്യേണ്ടത്? വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറയ്ക്കുക. ഏതാണോ വലിയ നമ്പർ അതിൽ നിന്നും ചെറിയ നമ്പർ കുറയ്ക്കുക. എന്നിട്ട് വലിയ നമ്പറിന്റെ ചിഹ്നം ഇട്ടാൽ മതി. എന്നാ ഇവിടെ നോക്കിക്കോളി, ഇവിടെ ശ്രദ്ധിച്ചോളി. വലിയ നമ്പർ ആരാ? 51 ആണോ 56 ആണോ വലുത്? 56 അല്ലേ വലുത്? 56ൽ നിന്ന് നിങ്ങൾ എന്ത് കുറയ്ക്കണം? 51നെ കുറയ്ക്കണം. അപ്പൊ 5 കിട്ടി. ഇനി വലിയ നമ്പറിന്റെ ചിഹ്നം ഇടണം. 56 അല്ലേ വലുത്? അതിന്റെ മുമ്പുള്ള ചിഹ്നം മൈനസ് അല്ലേ? അതുകൊണ്ട് ഇവിടെ മൈനസ് ഇട്ടു. പരിപാടി കഴിഞ്ഞു. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി -5. ഓക്കെ അല്ലേ? കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. x1 ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കടാ, x1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ 10th ടേം ഉണ്ട്. എടാ, 10ൽ നിന്നും 1ലേക്ക് എത്തണമെങ്കിൽ എത്ര ഡി കുറയ്ക്കണം? 10ൽ നിന്നും 1ലേക്ക് എത്തണമെങ്കിൽ എത്ര ഡി കുറയ്ക്കണം? 9 ഡി കുറയ്ക്കണം. പഠിച്ചല്ലേ? നോക്കിയേ, 10ൽ നിന്നും 9 കുറഞ്ഞു, 1ലേക്ക് എത്തി. അപ്പൊ 9 ഡി കുറയ്ക്കുന്നു. നോക്കടാ, 10ാമത്തെ ടേം ആരാ? 56. 56 മൈനസ് 9 ഇൻറ്റു ഡി ആരാണ്? -5. നോക്കിയേ, 56 മൈനസും ഈ മൈനസും കൂടി ചേർന്ന് ഇവൻ എന്താവും? പ്ലസ് ആവും. എന്താവും? പ്ലസ് ആവും. അപ്പൊ അപ്പുറത്ത് എന്താ സംഭവിക്കുക? 9 ഇൻറ്റു 5 എന്ന് പറയുന്നത് 45 ആവും. 45. ഓക്കെ അല്ലേ? 56 പ്ലസ് 45 എത്രയാടാ?
അത് എത്രയാണടാ? അതാണ് 101 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഫസ്റ്റ് ടേം കിട്ടിയോ? ഫസ്റ്റ് ടേം കിട്ടി. നെക്സ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? ആദ്യത്തെ 5 ടേം എഴുതണം. ആദ്യത്തെ ടേം 101. അപ്പൊ അടുത്ത ടേം എത്രയായിരിക്കും? -5 അല്ലേ കോമൺ ഡിഫറൻസ്. അപ്പൊ ഇങ്ങനെ കൂടുകയാണോ ചെയ്യുക? കുറയല്ലേ ചെയ്യുക? അപ്പൊ കുറയ്ക്കണം. 5 കുറച്ചാൽ 96, 91, 86, 81. വീണ്ടും നമ്മുടെ പരിപാടി കഴിഞ്ഞു. യെസ്, ആ ക്വസ്റ്റ്യനും അങ്ങനെ അവിടെ അവസാനിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. യെസ്, the third term of an arithmetic sequence. മൂന്നാമത്തെ ടേം, തേർഡ് ടേം ഓഫ് an arithmetic sequence is 15. 15 ആണ് കേട്ടോ മൂന്നാമത്തെ ടേം. eighth term is 35 അല്ലെ? യെസ്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? 13th ടേമാ. ഇതുണ്ടല്ലോ ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇക്വേഷനിലേക്ക് ഇതിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. സിമ്പിൾ ഞാൻ അവസാനം പറയാം. ആദ്യം തന്നെ സിമ്പിൾ പറയണ്ട. ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാന്ന് പറയണം, സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാന്ന് പറയണം. ആദ്യം നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഡി കണ്ടുപിടിക്കുക? ബാപ്പച്ചി എന്ത് പറഞ്ഞു? ബാപ്പച്ചി പറഞ്ഞു കേരടാക്കോണി. വലത്തെ സൈഡ് ആദ്യം കയറി, പിന്നെ ഇടത്തെ സൈഡ് കയറി. 35 - 15 ഡിവൈഡഡ് ബൈ 8 - 3. 35 നിന്നും 15 കുറച്ചാൽ എത്രയാടാ? 20 ഡിവൈഡഡ് ബൈ 8 - 3 എത്രയാടാ? 5. 20യിൽ എത്ര 5 ഉണ്ടടാ? 20യിൽ 4 5s ഉണ്ട്. സോ കോമൺ ഡിഫറൻസ് ഡി കിട്ടി. എന്ത് കിട്ടി? ഡി കിട്ടി. D 4 ആണെന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? 13th ടേമാ കണ്ടുപിടിക്കേണ്ടത്. 13ാമത്തെ ടേം എങ്ങനെയാടാ കണ്ടുപിടിക്കുക? നിങ്ങൾ നോക്കിയേ, 8ാമത്തെ ടേം ഇവിടെ ഉണ്ട്. 8ാമത്തെ ടേം ഉണ്ട്. 8ാമത്തെ ടേമിനോട് എത്ര ഡി കൂട്ടണം? 5 ഡി കൂട്ടണം. 5 ഡി കൂട്ടണം. നോക്കിയേ, 8ാമത്തെ ടേം ആരാ? 35 പ്ലസ് 5 ഇൻറ്റു ഡി ആരാ? കോമൺ ഡിഫറൻസ് ആരാ? 4 ആണ്. സോ 5 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 35 പ്ലസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 55. ആൻസർ കിട്ടി. ഡൗട്ട് ഉണ്ടോ? അടുത്തത് നമുക്ക് 23rd ടേമാ കണ്ടുപിടിക്കേണ്ടത്. 23rd ടേം എങ്ങനെയാടാ 23rd ടേം കണ്ടുപിടിക്കുക? ഞാൻ ചോദിക്കട്ടെ, x13നോട് 10 ഡി കൂട്ടിയാ പോരെ? 10 പ്രാവശ്യം ഡി കൂട്ടിയാ പോരെ? എന്നാ നോക്കടാ, x13 ആരാ? 55 പ്ലസ് 10 ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് ആരാ? ഡി നമ്മൾ 4 ആന്ന് പറഞ്ഞതല്ലേ? 4. അപ്പൊ എന്ത് വരും? 55 പ്ലസ് 10 ഇൻറ്റു 4 40. 55നോട് 40 കൂട്ടിയാൽ 90 എന്ന് നമുക്ക് സോറി 95 എന്ന ആൻസർ കിട്ടും. ഇതാ നോക്കിയേ, 55 പ്ലസ് 40 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 95 എന്ന് ആൻസർ കിട്ടും. കുഴപ്പമുണ്ടോടാ? ഇനി ഇതിന്റെ ഒരു ഉടായ്പ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആണ്. ഇവിടെ നോക്കിയേ തേർഡ് ടേം എത്രയാടാ? 15 ആണ്. കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് 8th ടേം എത്രയാണ്? 8th ടേം എത്രയാണ്? 35 ആണ്. നിങ്ങൾ നോക്കിയേ, തേർഡിൽ നിന്നും 8ലേക്ക് പോകാൻ എത്ര പ്രാവശ്യം ഡി കൂട്ടണം? 5 ഡി കൂട്ടണം. എത്ര ഡി കൂട്ടണം? 5 ഡി കൂട്ടണം. 5 ഡി കൂടിയപ്പോൾ ഇവിടെ എത്ര മാറ്റാ വന്ന്? 15 നിന്ന് 35ലേക്ക് 20 മാറ്റല്ലേ വന്നത്? അതായത് 5 ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. 5 ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. എടാ 8ൽ നിന്നും 13th ടേമിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ നോക്കിയേ, 8 നിന്നും 13ലേക്ക് പോകണമെങ്കിൽ 5 ഡി എന്നല്ലേ കൂട്ടേണ്ടത്? അപ്പൊ 35നോട് 20 35നോട് 20 കൂട്ടിയാ പോരെ? 35നോട് 20 കൂട്ടിയാ 55. ഹൈ സിമ്പിൾ. ഇനി 13 23ലേക്ക് പോണേ, ഒരു 5 ഡി 2 5 ഡി, അതായത് 10 ഡി കൂട്ടണം. 2 പ്രാവശ്യം 5 ഡി കൂട്ടണം. 2 5 ഡി എന്ന് പറഞ്ഞാൽ ഒരു 5 ഡി 20 ആണെങ്കിൽ, ഒരു 5 ഡി 20 ആണെങ്കിൽ 2 5 ഡി എത്രയാടാ? 40 അല്ലേ? ആഡ് ചെയ്യടാ. ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? ഇത്ര വലിയ ഇക്വേഷന്റെ ആവശ്യമുണ്ടോ? ഏത് ചെയ്താലും ആൻസർ പേപ്പറിൽ എന്ത് വേണം? ആൻസർ ഉണ്ടാവണം. അല്ലെങ്കിൽ ടീച്ചർ എന്താക്കില്ല? മാർക്ക് തരില്ല. യെസ്, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ 5th ടേം ഓഫ് an arithmetic sequence. 5th ടേം 21 ആണ്. ഓക്കെ, 9th ടേം 41 ആണ്. ഉടായ്പ ആണോ അല്ലെങ്കിൽ നേരെ ചെയ്യണോ? ഉടായ്പല്ലേ എളുപ്പം. ഒന്ന് നോക്കിയേ, ദാ 5th ടേം 21 ആണ്. ഓക്കെ, അടുത്തത് പറഞ്ഞ 9th ടേം 41 ആണ്. എടാ 5ൽ നിന്നും 9ലേക്ക് ചാടണമെങ്കിൽ എത്ര ഡി കൂട്ടണം? 4 ഡി അല്ലേ കൂട്ടേണ്ടത്? 4 ഡി അല്ലേ കൂട്ടേണ്ടത്? അപ്പൊ 4 ഡി കൂട്ടിയ സമയത്ത് എത്രന്റെ വ്യത്യാസം വന്നത്? 21 41ലേക്ക് എത്രന്റെ വ്യത്യാസം വന്നത്? 20ന്റെ. അതിനർത്ഥം 4 ഡി എന്ന് പറഞ്ഞാൽ എത്രയാടാ? 20 ആണ്. 4 ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്?
20 ആണ്. ഇനി നമ്മളോട് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്ത് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു? ഫസ്റ്റ് ടേം. നിങ്ങൾ നോക്കിയേ, ഫിഫ്ത്ത് ടേമിൽ നിന്നും ഫസ്റ്റ് ടേമിലേക്ക് വരണമെങ്കിൽ എത്ര ഡി കുറയ്ക്കണം? 4 ഡി കുറച്ചാ പോരെ? എത്ര ഡി കുറയ്ക്കണം? 4 ഡി കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 21ൽ നിന്നും 4 ഡി എന്ന് പറഞ്ഞാൽ 20 ആണ്. 4 ഡി എന്ന് പറഞ്ഞാൽ എത്രയാടാ? 20 ആണ്. 21ൽ നിന്നും ഞാൻ 20 കുറച്ചാൽ എനിക്ക് 1 എന്ന ആൻസർ കിട്ടി. ഫസ്റ്റ് ടേം കിട്ടി. ഹൈ, കുഴപ്പമുണ്ടോ? ഡൗട്ട് ഉണ്ടോ? എടാ 4D 20 ആണ് കേട്ടോ. അടുത്തത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് തേർഡ് ടേം ആണ്. തേർഡ് ടേം. അല്ല, ഇതിന്റെ ഇടയിലാണല്ലോ പഠിച്ചോനെ. എന്താ ചെയ്യും? എടാ 4D 20 ആണെങ്കിൽ 2D എത്രയായിരിക്കും? 20ന്റെ പകുതി ആയിരിക്കും അല്ലേ? 4Dയുടെ പകുതി 2D. 20യുടെ പകുതി എത്രയാടാ? 10 അല്ലേ? ആ 10 ഫസ്റ്റ് ടേമിനോട് ഒന്നെങ്കിൽ കൂട്ടുക, അല്ലെങ്കിൽ ഫിഫ്ത്ത് ടേമിനോട് കുറച്ചാ പോരെ? ഒന്ന് നോക്കിയേ, 1നോട് 10 കൂട്ടിയാൽ എത്രയാ? 11. സോ തേർഡ് ടേം എത്രയാന്ന് കിട്ടി? തേർഡ് ടേം 11 ആണെന്നും കിട്ടി. ഫസ്റ്റ് ടേം എത്രയാന്ന് കിട്ടി? ഫസ്റ്റ് ടേം 1 ആണെന്നും കിട്ടി. ആൻസർ ആയില്ലേ? സിമ്പിൾ അല്ലേ? ഉടായ്പ വെച്ച് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നേ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക്. എടാ മോനെ, ഇതാ നോക്കിയേ, ഫിഫ്ത്ത് ടേം 21 ആണ്, നയൻത്ത് ടേം എത്രയാണ്? 41 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഡി കണ്ടുപിടിക്കാൻ പോവാണ്. എങ്ങനെയാ ഡി കണ്ടുപിടിക്കുക? വാപ്പച്ചി പറഞ്ഞു കേരള കോണി. എന്നാ നോക്കിയേ, 41ൽ നിന്നും ഞാൻ 21 കുറച്ചു. ഡിവൈഡഡ് ബൈ 9 മൈനസ് 5. 9 മൈനസ് 5 എങ്ങനെയാടാ വരിക? 41ൽ നിന്നും 21 കുറച്ചാൽ എത്രയാടാ? 20. ഡിവൈഡഡ് ബൈ 9ൽ നിന്നും 5 കുറച്ചാൽ എത്രയാടാ? 9ൽ നിന്നും 5 കുറച്ചാൽ 4 ആണ് സാറേ. അങ്ങനെയാണെങ്കിൽ 20ൽ എത്ര 4 ഉണ്ടടാ? 20ല് 4 5 ടൈംസ് ഉണ്ട്. സോ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഡി എന്ത് കിട്ടി നമുക്ക്? ഡി എന്ന് പറയുന്നത് 5 ആണെന്ന് കിട്ടി. എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫിഫ്ത്ത് ടേം എന്റെ കയ്യിലുണ്ട്, എനിക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. എങ്ങനെയാടാ ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കുക? ഫിഫ്ത്ത് ടേമിനോട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഫിഫ്ത്ത് ടേമിൽ നിന്നും കുറയ്ക്കുകയാണോ കൂട്ടുകയാണോ വേണ്ടത്? നോക്കി പറഞ്ഞേ, 5ൽ നിന്നും 1ലേക്ക് പോണം. 5ൽ നിന്നും ഈ കൈ എന്തത് ഇങ്ങനെ വിളിക്കണത്? അവിടെ നോക്കി, ഇതാ പിടിച്ചോ. ഈ 5ൽ നിന്നും ഇതാട്ടോ 1, ഇതാണ് 1. 5ൽ നിന്നും ഞാൻ 4D കുറച്ചാൽ 1ലേക്ക് എത്തും. 6അല്ല, 1ലേക്ക് എത്തും. അങ്ങനെയാണ് 5ൽ നിന്നും ഞാൻ 4D കുറയ്ക്കാൻ പോവുകയാണ്. നോക്കിയേ, 5 ഫിഫ്ത്ത് ടേം എത്രയാടാ? ഫിഫ്ത്ത് ടേം എത്രയാണ്? 21 ആണ്. 21ൽ നിന്നും 4 ഇൻറ്റു ഡി എത്രയാ? 5 ആണ്. സോ 21ൽ നിന്നും 20 കുറച്ചു. ആൻസർ ഈസ് 1. ഫസ്റ്റ് ടേം കിട്ടിയില്ലേ? നേരത്തെ 1 എന്നല്ലേ കിട്ടിയത്? ഇനി അടുത്തത് തേർഡ് ടേം കണ്ടുപിടിക്കണം. തേർഡ് ടേം കണ്ടുപിടിക്കാൻ 2 വഴിയുണ്ട്. ഞാൻ 2 വഴിയും ഇവിടെ കാണിച്ചേ. തേർഡ് ടേം കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ ടേമിനോട് നിങ്ങൾക്ക് 2D കൂട്ടാം, അല്ലെങ്കിൽ തേർഡ് ടേം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് 5ാമത്തെ ടേമിൽ നിന്നും 2D കുറയ്ക്കാം. 5ന്നും 2 കുറച്ചാ 3, 1ന്നും 2 കൂട്ടിയാ 3. കണ്ടില്ലേ? അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും കുഴപ്പമില്ല. ഏതെടുക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് എടുക്കാം. ഞാൻ കൂട്ടുന്നതിനോടാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. സോ x1നോട് ഞാൻ 2D കൂട്ടുന്നു. അപ്പോൾ x1 ആരാടാ? x1 ആരാണ്? 1 ആണ്. പ്ലസ് 2 ഇൻറ്റു ഡി ആരാ? D5 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 പ്ലസ് 2 ഇൻറ്റു 5 എത്രയാ? 10 ആണ്. 1 പ്ലസ് 10 എത്രയാണ്? 11 ആണ്. നമുക്ക് തേർഡ് ടേം കിട്ടി. ഇത് നിങ്ങൾ ഉടായ്പ ചെയ്താലും കുഴപ്പമില്ല, കറക്റ്റ് ആയിട്ട് ചെയ്താൽ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്താലും കുഴപ്പമില്ല. അവസാനം ആൻസർ ഷീറ്റിൽ എന്ത് വേണം? ആൻസർ വേണം. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ്. ഫിഫ്ത്ത് ടേം ഓഫ് an arithmetic sequence. ഫിഫ്ത്ത് ടേം ഓഫ് an arithmetic sequence is 10. ആഹാ, കൊള്ളാലോ. 10th ടേം ഓഫ് an arithmetic sequence is 5. ഫിഫ്ത്ത് ടേം 10ഉം 10th ടേം 5ഉം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ 15th ടേം? വാട്ട് ഈസ് ദ 15th ടേം? നമ്മൾ ഇത് ഉടായ്പ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ 10 ആണ്. 10th ടേം എന്ന് പറഞ്ഞാൽ 5 ആണ്. നോക്കണേ, 5th നിന്നും 10th പോയപ്പോൾ എന്താ സംഭവിച്ചത്? എത്ര ഡി കൂട്ടി? 5D കൂട്ടി. 5D കൂട്ടിയപ്പോൾ എന്തായതാ? ഇവിടെ നോക്ക്, 10 5ലേക്ക് പോകുന്ന സമയത്ത് എന്തായതാ? -5 അല്ലേ? 5 കുറഞ്ഞതല്ലേ? സോ 5D എന്ന് പറഞ്ഞാൽ ആരാണ്? -5 ആണ്. നമുക്ക് ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? 10th ടേം കഴിഞ്ഞിട്ടുള്ള 15th ടേം കണ്ടുപിടിക്കണം. എടാ 15th ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനോട് എത്ര ഡിയും കൂടി കൂട്ടണം? 5D കൂടി കൂട്ടണ്ടേ? 5D കൂട്ടിയാൽ ഈ 5നോട് -5 ചെയ്താൽ എന്താ സംഭവിക്കുക? 0യിലേക്ക് പോവും. ആൻസർ കിട്ടി. 15th ടേം ആയി. അടുത്തത് 25th ടേം ആണ് അടുത്തത് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നോക്കിയേ,
അതിൻ്റെ ഇടയ്ക്ക് ഒരു 20 ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ 5D ആണ് നമ്മൾ ചാടി പോകുന്നത്. ഇവിടെ ഒരു 5D ഉണ്ട്, പിന്നെ ഒരു 5D ഉണ്ട്. അപ്പോൾ 5D 5 കുറച്ച് പിന്നെ 5 കുറച്ച്, അപ്പോൾ നമുക്ക് 25th ടേമിലേക്ക് എത്തുമ്പോൾ എന്ത് ആൻസർ കിട്ടും? -10 എന്ന ആൻസർ കിട്ടും. ആൻസർ എത്ര കിട്ടും? -10. സോ അങ്ങനെയാണെങ്കിൽ 15th ടേം എന്ന് പറയുന്നത് 0 എന്നും 25th ടേം എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും? -15 എന്നും ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? സോ നമ്മളത് ഉടായ്പ വെച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ കുറേ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആൻസർ കിട്ടിയതിന് ശേഷം ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വിടാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. It's me, Serin Wadakan, signing off from RKNX. Bye bye. See you later.